നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ആദ്യമായി ലേഡീസ് ബാൻഡ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. നന്ദി പ്രമേയ ചർച്ച ഗവർണർക്കെതിരെ ആയുധമാക്കി ഭരണപക്ഷ MLA-മാർ. പക്വതയില്ലെന്ന് കെ ശൈലജ. ഗവർണർ പദവിയെ വേണ്ടെന്ന് ഇ ചന്ദ്രശേഖരൻ. വിമർശനം നന്ദി പ്രമേയ ചർച്ചയിൽ. CRPF സുരക്ഷയിൽ കേന്ദ്ര ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര. KPCC ജാഥയ്ക്ക് വേണ്ടി സഭാ സമ്മേളനം പുനഃക്രമീകരിച്ച് സഹകരിക്കണമെന്ന് VD സതീശൻ. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്ന് മുഖ്യമന്ത്രി. സമ്മേളനം വെട്ടിച്ചുരുക്കി. ക്ഷേമ പെൻഷനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോര. ആത്മഹത്യ ചെയ്ത ജോസഫിന് ഡിസംബറിലും പെൻഷൻ ലഭിച്ചുവെന്ന് ധനമന്ത്രി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലെന്ന് VD സതീശൻ. ആത്മഹത്യ സാമ്പത്തിക പ്രതിസന്ധി മൂലമെന്ന് കളക്ടറുടെ റിപ്പോർട്ട്. വിലക്കയറ്റത്തിനെതിരെ കാലിക്കലവുമായി മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. കോട്ടയം സീറ്റിൽ ജോസ് കെ മാണി മത്സരിക്കണമെന്ന് കേരള കോൺഗ്രസ് എമ്മിൽ മുറവിളി. ചാഴിക്കാടിന് വിജയസാധ്യതയില്ലെന്ന PM മാത്യു. ചുവരെഴുതി തുടങ്ങി ജോസഫ് വിഭാഗം. ഇടുക്കി സീറ്റിനായി LDF-ൽ ജോസ് കെ മാണി പക്ഷം. ലാലു പ്രസാദ് യാദവ് ഇഡിക്ക് മുന്നിൽ. ചോദ്യം ചെയ്യൽ ജോലിക്ക് ഭൂമി കോഴ കേസിൽ BJP എതിർക്കുന്നവർക്ക് ഇഡിയുടെ ക്ഷണക്കത്ത് ലഭിക്കുമെന്ന് മിസ ഭാരതി. ലാലു അഴിമതിക്കാരനെന്ന് സാമ്രാട്ട് ചൌധരി. ഹേമന്ത് സോറന്റെ വസതിയിൽ ED പരിശോധന. अगर आप पालन करते हैं तो मैं नहीं मानता हूं कि पेरेंट्स को या टीचर्स को इस प्रकार की ट्रस्ट डेफिसिट की स्थिति पैदा होगी, आपके प्रति अविश्वास का कारण बनेगा। उसी प्रकार से मां बाप को भी सोचना चाहिए। ഏഴാമത് പരീക്ഷാ പേ ചർച്ചയ്ക്ക് തുടക്കം. വിദ്യാർത്ഥികളുമായി സംവദിച്ച പ്രധാനമന്ത്രി. 3000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ഭാവിയെന്ന് മോദി. അവതാരകരായി കോഴിക്കോട് സ്വദേശിനി. കാസർഗോഡ് 10ാം ക്ലാസുകാരിയുടെ ആത്മഹത്യയിൽ നടപടി. 2 പേർ അറസ്റ്റിൽ. പാലക്കാട് ആലത്തൂരിൽ ബാറിൽ വെടിവെപ്പ്. മാനേജർക്ക് വെടിയേറ്റു. 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. വിശദമായ വാർത്തകൾ നോക്കാം. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷം. നന്ദിപ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച ഇ ചന്ദ്രശേഖരൻ ഗവർണർ പദവി തന്നെ വേണ്ടെന്ന CPI നിലപാട് സഭയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമായിരുന്നു നന്ദിപ്രമേയ ചർച്ച നടന്നത്. നയപ്രഖ്യാപനം കേവലം ചടങ്ങു മാത്രമാക്കി മാറ്റിയ ഗവർണർക്കെതിരെയുള്ള ഭരണപക്ഷത്തിന്റെ അമർഷം വ്യക്തമാക്കുന്ന നയപ്രഖ്യാപനത്തിൽ നന്ദിപ്രമേയ ചർച്ചയാണെന്ന് സഭയിൽ നടന്നത്. ഇ ചന്ദ്രശേഖരനാണ് നന്ദിപ്രമേയം അവതരിപ്പിച്ചത്. തുറന്നു നടത്തിയ പ്രസംഗത്തിൽ രൂക്ഷ വിമർശനം അദ്ദേഹം ഗവർണർക്കെതിരെ ഉന്നയിച്ചു. എങ്ങനെയാണ് ഗവർണറോട് നന്ദി പറയുമെന്ന് എന്നാണ് അദ്ദേഹം പ്രധാനമായും ചോദിച്ചത്. മാത്രമല്ല, ഈ ഗവർണർ പദവി തന്നെ കൊളോണിയൽ ശേഷിപ്പാണ് എന്ന CPI നിലപാട് പറഞ്ഞുകൊണ്ട് ഗവർണർ പദവി ഇല്ലാതാക്കാൻ ഭരണഘടനാ ഭേദഗതി വേണമെന്ന ആവശ്യം CPIയുടെ നിലപാട് കൂടി ഇ ചന്ദ്രശേഖരൻ സഭയിൽ മുന്നോട്ട് വച്ചു. നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഗവർണർ പദവി പഴയ കൊളോണിയൽ വ്യവസ്ഥയുടെ ബാക്കിപത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. CPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവർണർ പദവി തന്നെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സർ രേഖപ്പെടുത്താൻ. ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിച്ച രീതിക്കെതിരെ പ്രതിഷേധമുയരണമെന്നാണ് കെ ശൈലജ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ ഗവർണർ ആ നന്ദി പ്രമേയത്തോട് കാണിച്ചിട്ടുള്ള സമീപനം അത്യന്തം പ്രതിഷേധാർഹമാണ്. പ്രതിപക്ഷം ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടും നന്ദി പ്രമേയത്തെ അവഹേളിച്ചിട്ടുള്ള നയപ്രഖ്യാപനത്തെ അവഹേളിച്ചിട്ടുള്ള
ഗവർണറോടുമാണ്. പി ബാലചന്ദ്രനും കെ വി സുമേഷും അടക്കമുള്ള സി പി നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. സർ സി പിയുടെ ചരിത്രം ഓർമ്മിച്ചുകൊണ്ടാണ് കെ വി സുമേഷ് പ്രസംഗിച്ചത്. പ്രതിപക്ഷ ബഹിഷ്കരണത്തിന് ശേഷമാണ് സഭയിൽ നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. എങ്കിലും ഗവർണർക്കെതിരെ ഭരണപക്ഷം നന്ദി പറയുന്നതിന് പകരം രൂക്ഷ വിമർശനങ്ങളാണ് മൊത്തത്തിൽ നന്ദിപ്രമേയ ചർച്ചയുടെ ഭാഗമായി സഭയിൽ ഉയർന്നു കേട്ടത്. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് ആത്മഹത്യ ചെയ്തത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനാലല്ലെന്ന് ധനമന്ത്രി നിയമസഭയെ അറിയിച്ചു. നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ജോസഫിന് പെൻഷൻ ലഭിച്ചിരുന്നു. ഒരു വർഷത്തിനിടയിൽ ജോസഫ് 52,400 രൂപ പെൻഷൻ ഇനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് ധനമന്ത്രി നൽകിയ മറുപടി പ്രതിപക്ഷം ആയുധമാക്കി. ആത്മഹത്യയ്ക്ക് കാരണം പെൻഷനല്ലെന്ന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധനമന്ത്രി പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എംഎൽഎമാർ സഭ ബഹിഷ്കരിച്ച കവാടത്തിൽ കുത്തിയിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതും ഇതുമൂലം കോഴിക്കോട്ട് അംഗപരിമിതൻ ആത്മഹത്യ ചെയ്ത സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകിയത് ഈ ആത്മഹത്യ പെൻഷൻ കിട്ടാത്തത് മൂലമല്ല, നവംബർ 9-നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് ജോസഫ് കത്ത് നൽകുന്നത്. നവംബറിലും ഡിസംബറിലും ജോസഫിന് പെൻഷൻ ലഭിച്ചിരുന്നു. ജനുവരി 22-നാണ് ആത്മഹത്യ നടന്നത്. മാത്രവുമല്ല, നേരത്തെ 2 തവണ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് ജോസഫ് എന്ന കാര്യം കൂടി ധനമന്ത്രി സഭയിൽ പറഞ്ഞു. ഈ ടിയാൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചുള്ള അത് പിന്നെ ഈ അവിടെ റിപ്പോർട്ട് കിട്ടി, പോലീസ് ആവശ്യമായ കേസെടുത്തിട്ടുണ്ട്. സർ, പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടിയാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്നാണ്. അതായത് സാർ, അന്വേഷണം നടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വരട്ടെ സാർ, അത് അതിനകത്ത് എഴുതിയേക്കുന്നത്. എന്നാൽ ധനമന്ത്രിയുടെ വാക്കുകൾ പ്രതിപക്ഷം ആയുധമാക്കി ആത്മഹത്യയെ പോലും അപഹസിക്കുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ മാറുകയാണ്. ജോസഫിന്റെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന മരുന്ന് പെട്ടിക്ക് മുകളിൽ പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടാണ് ആത്മഹത്യയെന്നും സർക്കാരാണ് ഉത്തരവാദിയെന്നും രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ആധികാരികത അന്വേഷിക്കുന്ന സർക്കാരിന്റെ നടപടി അപഹാസ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അതിന്റെ ആധികാരികതയെക്കുറിച്ച്, ആത്മഹത്യ ചെയ്ത ആള് എഴുതി വെച്ച കുറിപ്പടിയുടെ ആധികാരികതയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്ര ദിവസമായി? അപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യയെ തെറ്റായ തരത്തിൽ ഈ നിയമസഭയിൽ പറഞ്ഞത് ധനകാര്യമന്ത്രിയാണ്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. നിങ്ങൾ ഈ 5 മാസം പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല, അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് മാത്രം കിട്ടി ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ലേ പാവങ്ങൾ പോലും? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങളെത്തി. പിന്നീട് ഏറെ നേരം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഒടുവിൽ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് സഭാ കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരുന്നു. കേന്ദ്രത്തിന്റെ തെറ്റായ സാമ്പത്തിക നടപടികളാണ് സംസ്ഥാനത്തെ ഞെരുക്കുന്നതെന്നും പ്രതിപക്ഷത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ 8-ന് ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. പെൻഷൻ കിട്ടാതെ ജീവനൊടുക്കിയ സംഭവത്തിൽ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയെന്ന് ജില്ലാ കളക്ടർ. മരിച്ചയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും കളക്ടർ അറിയിച്ചു. അല്ല, ഇത് വിഷയത്തിൽ ഓൾറെഡി ഗവൺമെന്റ് ലെവലിൽ ഞാൻ ടേക്കപ്പ് ചെയ്തിരുന്നു. അല്ല, കാരണം നമ്മുടെ സൈഡിലേക്ക് സിസ്റ്റം കുറിച്ച് നിങ്ങൾക്കറിയാം, ഇത് പെൻഷൻ പോലെ നമുക്ക് ഗവൺമെന്റ് സിസ്റ്റമിലാണ്, LSGDയും പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയറിൽ കൂടെയാണ്. ഞാൻ ഈ സ്പെസിഫിക് കേസിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് അയച്ചിരുന്നു. പക്ഷേ യെസ്, ദർ ഹാസ് ബീൻ കുറച്ച് ഡിലേസ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ആണ്. പെൻഷനിലേക്ക് വേണ്ടി വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ സൈഡിലേക്ക് വി ഹാവ് ടേക്കൻ അവർ ആക്ഷൻ. We have tried to ensure कि maximum time ആയിട്ട് പെൻഷൻ പോവും. ആൻഡ് അങ്ങനെ ഒരു കേസസ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി റെക്ടിഫൈഡ്. പിന്നെ ഇപ്പോഴുള്ള ഞാൻ ഗവൺമെന്റിലെ റിപ്പോർട്ട് അയച്ചു എന്താണ് നമ്മുടെ സൈഡിലെ പ്രശ്നം. പക്ഷേ ഇത് ജില്ലാ ലെവലിൽ മാത്രം പ്രശ്നമില്ല, ഫുൾ സിസ്റ്റമിനെ കുറിച്ച് പ്രശ്നമാണ്. ഇത് നമുക്ക് നോക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് എൻ്റെ കോർ സബ്ജക്റ്റ് ഇല്ല. ഇത് ഗവൺമെന്റ് ലെവലിൽ കുറച്ച് ബെറ്റർ ക്ലാരിറ്റി വരും.
It is not purely a financial matter or administrative matter. അത് നമുക്ക് ഇപ്പമുള്ള സിറ്റുവേഷനിൽ പറയാൻ പറ്റത്തില്ല. Let us find out. കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കം. സഭാ സമ്മേളനം ഇന്നുവരെ ചേരണമെന്ന ചർച്ചയ്ക്കിടെയായിരുന്നു തർക്കം. ജാഥ നടക്കുന്നത് കൊണ്ട് സർക്കാർ സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി 15-ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി. CRPF-നെ ഉപയോഗിച്ച് Z+ സുരക്ഷ കൈമാറണമെന്ന ഉത്തരവിൽ പറയുന്നു. അതേസമയം സുരക്ഷാ ക്രമീകരണം നിശ്ചയിക്കാൻ നാളെ രാജ്ഭവനിൽ അവലോകന യോഗം ചേരും. കേരള പോലീസ്, CRPF, രാജ്ഭവൻ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. വില വർധനയിൽ പ്രതിഷേധിച്ച കാലിക്കലവുമായി മഹിളാ കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സംസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിച്ചുവെന്ന വി.ഡി. സതീശൻ അരിവില വർധനയും കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോറുകളും ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് ജെബി മേത്തർ MP-യും പ്രതികരിച്ചു. കാലിക്കലങ്ങൾ റോഡിലെറിഞ്ഞു പൊട്ടിച്ച മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി. പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരായില്ല. നിയമസഭ നടക്കുന്നതിനാലാണ് ഹാജരാകാത്തത് എന്നുകാട്ടി ഇമെയിൽ മുഖാന്തിരം സുരക്ഷാ ഉദ്യോഗസ്ഥർ അവധിക്ക് അപേക്ഷ നൽകി. ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് സൌത്ത് പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. കേസെടുത്ത 1 മാസമായിട്ടും തുടർ നടപടികളില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു നോട്ടീസ്. ഡിസംബർ 15-ന് നവകേരള ബസിന് നേരെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ച KSU ആലപ്പുഴ പ്രസിഡന്റ് തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അജയ് ജുവൽ, കുര്യാക്കോസ് എന്നിവർക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനം ഏൽക്കുന്നത് ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ അനിൽ കലിയൂരിന്റെ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. കോടതി ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് സംഭവത്തിൽ ലോക്കൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. K. മുരളീധരൻ MP ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച പരാതിയിലാണ് നടപടി. 15 ദിവസത്തിനകം വിശദീകരണം സ്പീക്കർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. മാത്യു കുഴൽനാടിനെതിരെ റവന്യൂ വകുപ്പ് ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്തു. ചിന്നക്കനാലിൽ 50 സെന്റ് ഭൂമി കയ്യേറിയതിനാണ് കേസ്. ഹിയറിംഗിന് ഹാജരാവാൻ മാത്യുവിന് നോട്ടീസും നൽകി. ചിന്നക്കനാലിലെ മാത്യു കുഴൽനാടന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തെ തുടർന്നാണ് കയ്യേറ്റം കണ്ടെത്തിയത്. മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 23 സെന്റ് ഭൂമിക്കൊപ്പം 1/2 ഏക്കർ സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായാണ് കണ്ടെത്തൽ. ഇത് റവന്യൂ വകുപ്പ് ശരിവെക്കുകയും ഉടുമ്പൻചോല തഹസീൽദാർ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കാൻ ചിന്നക്കനാൽ വില്ലേജിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നടപടിക്രമങ്ങളുടെ തുടർച്ചയായാണ് ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തത്. കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മാത്യുവിന് നോട്ടീസും നൽകി. വില്ലേജ് ഓഫീസർ ചിന്നക്കനാലിലെ റിസോർട്ടിൽ നേരിട്ടെത്തിയാണ് നോട്ടീസ് നൽകിയത്. ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിൽ ആക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയതെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. ഒരിടവേളയാണ്. വളരെ വേഗം തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ തിരികെ വാർത്തയിലേക്ക്. തോമസ് ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കേരള കോൺഗ്രസ് തമ്മിൽ ഭിന്നത. തോമസ് ചാഴിക്കാടന് വിജയസാധ്യതയില്ലെന്ന ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ PM മാത്യു ന്യൂസ് 18നോട് പറഞ്ഞു. ജോസ് കെ മാണി തന്നെ കോട്ടയം ലോക്സഭാ സീറ്റിൽ മത്സരിക്കണമെന്നും തോമസ് ചാഴിക്കാടൻ മത്സരിച്ചാൽ CPM വോട്ടുകൾ നഷ്ടമാവാൻ സാധ്യതയുണ്ടെന്നും PM മാത്യു പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതി അംഗം PM മാത്യു അദ്ദേഹമാണ് എന്നോടൊപ്പം, മുൻ MLA കൂടിയായ അദ്ദേഹമാണ് എന്നോടൊപ്പം ചേരുന്നത്. എന്താണ് LDF-ലാണ് ഇത്തവണ, കഴിഞ്ഞ തവണ UDF-ൽ മത്സരിച്ചു, എന്താണ് ഇത്തവണത്തെ ഒരു സാധ്യത? കഴിഞ്ഞ തവണ UDF-ൽ
1,06,000 വോട്ടിനാണ് ജയിച്ചത്. ഒന്ന്, അത് UDF അപ്പുറകാണ്ടുള്ള ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കോൺസ്റ്റിറ്റ്യുവൻസി മാറുന്നില്ല, മുന്നണി മാറിയിരിക്കുന്നു. മുന്നണി മാറി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആളായിട്ട് നിൽക്കുന്നില്ല, ആ പാർട്ടി തന്നെ മുന്നണി വിട്ടപ്പുറത്ത് നിന്ന് മത്സരിക്കുക. ആ മത്സരത്തിന് ഏതായാലും നിലവിലുള്ള UDF അപ്പുറകാടിനോടൊപ്പം ഒരു മൈനസ് പോയിൻ്റുണ്ട്. അപ്പോൾ ആ മൈനസ് പോയിൻ്റോടെ മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് പാർട്ടി സീറ്റ് മേടിക്കുകയും മത്സരിക്കുകയും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരവും പ്രായോഗികവും. കൂടുതൽ ശക്തൻ വേണമെന്ന് പറയുമ്പോൾ ആരാണ്? ജോസ് കെ മാണിയെ പോലുള്ള ആളാണ് പിന്നീട് അപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വലിയൊരു ഫിഗറുള്ള സ്ഥാനാർത്ഥികൾ? അതിനൊരു കുഴപ്പമില്ല. കാരണം ജോസ് കെ മാണി കോട്ടയം പാർലമെൻറ്റിൽ 1914-ലും 19-ലും 2 വർഷം ജയിച്ച ആളാണ്. 1909-ലും 14-ലും 2 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ആളാണ്. പാർട്ടിയുടെ ചെയർമാനാണ്. ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്നു. രാജ്യസഭയുടെ കാലാവധി തീരാൻ പോകുന്നു. അധികം നാളില്ല, ഇത് കഴിഞ്ഞാൽ ഉടനെ രാജ്യസഭയുടെ കാലാവധി തീരുകയാണ്. അപ്പം എന്തുകൊണ്ട് നോക്കിയാലും, കമ്മ്യൂണൽ കോമ്പിനേഷൻ നോക്കിയാലും, കോട്ടയം ജില്ല നോക്കിയാലും, KM മാണി സാറിൻ്റെ പാരമ്പര്യം നോക്കിയാലും, പിന്നെ ഒരാൾ അവിടെ അങ്ങനെ മത്സരിക്കാതെ ഉള്ള ഒരാൾ ഈ പാർലമെൻറ്റ് വരാനുള്ളത് ജോസ് കെ മാണിയാണ്. ചെയർമാനായപ്പോൾ ജോസ് കെ മാണി വന്നാൽ LDF CPM-നും മറ്റു കക്ഷികൾക്കൊക്കെ കുറേ കൂടി ഒരു താല്പര്യത്തോടും ആശയോടും കൂടി അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടി വരും. LDF-നെ സംബന്ധിച്ച് ജയിപ്പിക്കാൻ അവർ നിർബന്ധിതരാകും. കാരണം അവരുടെ കൂടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അല്ലെങ്കിൽ അതിനകത്ത് ആത്മാർത്ഥത കാണിച്ചില്ല എന്ന് വരും. ഇടതു മുന്നണിയിലേക്കുള്ള മാറ്റം ഇപ്പോഴും അംഗീകരിക്കാത്ത പ്രവർത്തകർ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ അത് സ്വാഭാവികമായി കുറേ ഉണ്ടാകില്ല. കാരണം ഞാനതാ പറഞ്ഞത്, ആ യോജിപ്പിന് ശേഷം 39 കൊല്ലം UDF-ലാണ് നിന്നത്. അന്നേരം കരുത്തനായ മാണി സാർ ഉണ്ടായിരുന്നു. എങ്ങനെ വന്നാലും ജോർജ് സാറുമായിട്ടും പല പൊളിറ്റിക്കലിൽ ഏറ്റുമുട്ടിയപ്പോൾ കരുത്തനായിരുന്നു പുള്ളി, കരുത്തനായിരുന്നു പുള്ളി. എങ്ങനെയെങ്കിലും അത് തന്ത്രപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ളൊരു അൺഡിസ്പ്യൂട്ടഡ് തർക്കമില്ലാത്ത കഴിവുള്ളൊരു വലിയ നേതാവില്ല. മാണി സാറിൻ്റെ മകന് ആ ഒരു പാരമ്പര്യത്തിൽ, ആ ട്രഡീഷനിൽ പരമ്പരാഗതമായി നിന്ന ആളുകൾ കൂടെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അനുഭാവികളിലും പ്രവർത്തകരിലും ആ മാറ്റത്തിൽ, വളരെ പെട്ടെന്നുള്ള ആ മാറ്റത്തിൽ പൂർണ്ണമായ ഒരു മാനസിക ഐക്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ UDF നേതാക്കൾ, കെ സുധാകരനും VD സതീശനും അങ്ങനെ പല നേതാക്കളും പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ UDF-ലേക്ക് വരേണ്ടവരാണ് എന്നാണ്. അതിനോട് എങ്ങനെയാണ് ഒരു കേരള കോൺഗ്രസ് M-ന്റെ നേതാവ്? ഇതിൻ്റെ ബേസ് ഇപ്പം എല്ലാവരും പറയും മാതൃസംഘടന എന്ന് പറയുമ്പോൾ ഏതാണ്? സത്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ മാതൃസംഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്തായാലും KM മാണിക്കൊപ്പം ഉൾപ്പെടെ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തന പാരമ്പര്യമൊക്കെയുള്ള കേരള കോൺഗ്രസ് M-ലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതേപോലെ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടടക്കം അദ്ദേഹം പങ്കുവച്ചത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം. ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചു കേരള കോൺഗ്രസ് M. നിലവിലെ സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കിക്കാണ് പ്രഥമ പരിഗണനയെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ശക്തി മേഖലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കേണ്ടതാണ്. ഇക്കാര്യം മുന്നണി നേതൃത്വത്തെ അറിയിക്കുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസ് M ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളെ സംബന്ധിച്ചും കേരള കോൺഗ്രസിന് താല്പര്യമുള്ള സീറ്റുകളെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ചർച്ചയുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. സിറ്റിംഗ് സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് താല്പര്യപ്പെടുന്ന ആദ്യത്തെ സീറ്റ് പ്രഥമ പരിഗണന നൽകുന്നത് ഇടുക്കി സീറ്റിനാവും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. കേരള കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി. കേരള കോൺഗ്രസും കൂടി ഭാഗമായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറയിൽ വലിയ വർധനവ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ സാഹചര്യത്തിലെ ഇടുക്കി സീറ്റ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കോട്ടയം സീറ്റ് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ പ്രചരണം തുടങ്ങിവെച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂരിൽ ചുവരെഴുതി. സീറ്റ് സംബന്ധിച്ച ധാരണയായാൽ ഉടൻ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് കടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കോട്ടയത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ കുറച്ച് മുന്നേ വലിയ ആവേശത്തിലാണ്. അവർ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവർ എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എന്നോടൊപ്പം കുറച്ച് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ നിൽക്കുന്നുണ്ട്. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനു ചങ്ങളം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല, പക്ഷേ മുൻപേ ആവേശമാണോ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനെന്നാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് അത് ചുവരെഴുതിക്കൊണ്ടാണ്. സാധാരണ അത് പരമ്പരാഗതമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉടമകളുടെ കൺസെൻ്റൊക്കെ മേടിച്ച് കൺസെൻ്റ് ലെറ്ററോടുകൂടിയൊക്കെ വേണം നമ്മൾ ചുവരെഴുതാനായിട്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്രചരണം, ബാക്കി കാര്യങ്ങൾ, സ്ഥാനാർത്ഥി കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട പൗരപ്രമുഖരെ കാണാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചുവര് എല്ലാം കൺസെൻ്റൊക്കെ മേടിച്ച് നമ്മളിത് വൈറ്റ് അടിച്ച് ഏതാണ്ട് സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ ബാക്കി മുഴുവൻ കാര്യങ്ങളും എഴുതി വെച്ചാൽ സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേരും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. UDF ആരെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങൾ സജീവമായിട്ട് രംഗത്തുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആവേശം പകരാൻ കൂടിയാണ് മുൻപേ പറക്കുന്ന പക്ഷിയായി അങ്ങ് മാറിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണ നിങ്ങൾ ജയിപ്പിച്ച ആൾ അപ്പുറത്ത് പോയി, അതിന്റെ അയാളെ തോപ്പിക്കണം എന്നുള്ള ആവശ്യം കൂടിയുണ്ടോ? എത്ര നേരത്തെ UDF വിജയിക്കുക എന്നുള്ളതാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാളുകളായി UDFന്റെ ഒരു പാർലമെന്റ് അംഗം വിജയിച്ചു പോയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ UDFനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം ഉണ്ട്. കഴിഞ്ഞ തവണ UDFൽ ജയിച്ചിട്ട് ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം മാറുകയുണ്ടായി. അതുകൊണ്ട് ഊർജിത വീര്യത്തോടുകൂടി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ UDF അംഗങ്ങൾ, UDF പ്രവർത്തകർ, നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ജോസഫ് ഗ്രൂപ്പിനാണ് സീറ്റ് എന്നുള്ളത് ഏതാണ്ട് അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് അപ്പൊ ജോസഫ് ഗ്രൂപ്പിൽ ഒരു ലോഡ് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഇടവേള. ജീവിക്കട്ടെ. ഞങ്ങൾ നമ്മൾ ഇനി അതിഥിയിലേക്കാണ് പോകുന്നത്. ന്യൂസ് 18 കേരളം ടീമിന് കഴിഞ്ഞ ദിവസങ്ങളേറെ അഭിമാനത്തിൻ്റെതായിരുന്നു, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിൻ്റെതായിരുന്നു. ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ച നിഖിൽ വിനോദിനെയും ആ കൊച്ചുമിടുക്കന്റെ കുടുംബത്തെയും നിങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ജീവിതത്തിൽ സന്തോഷമേ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് 18 കേരളത്തിന്റെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ നിഖിലിന് ഇനി സന്തോഷിക്കാം. കഷ്ടപ്പാടുകൾ നിറഞ്ഞ പോർമുഖത്ത് പതറാതെ പോരാടിയ ആ കൊച്ചുമിടുക്കന് ഇനി ആശ്വസിക്കാം. നിഖിലിനെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച അന്ന് മുതൽ അവന് ലഭിച്ചത് പ്രതീക്ഷകൾക്കപ്പുറമുള്ള നല്ല മനുഷ്യരുടെ കരുതലും സ്നേഹവും വാത്സല്യവുമായിരുന്നു. ന്യൂസ് 18 ചേർത്ത് പിടിച്ച നിഖിലിനെ സോഷ്യൽ മീഡിയയും ഇപ്പോൾ മറ്റു മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തു എന്നതറിയുന്നതിലും ഞങ്ങൾക്കും ഏറെ സന്തോഷമുണ്ട്, ഒപ്പം അഭിമാനവും. ഇനിയും ഞങ്ങളുടെ വാർത്തകളിൽ നിഖിൽ വിനോദിനെ പോലെ കരുതൽ ആവശ്യമുള്ളവർക്ക് പ്രഥമ സ്ഥാനമുണ്ടാകും. അത് ന്യൂസ് 18 പ്രേക്ഷകർക്ക് നൽകുന്ന ഉറപ്പാണ്. ഏറ്റവും ഒടുവിൽ സന്തോഷം നൽകുന്ന കാര്യമാണ് 24 ന്യൂസിന്റെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം എന്ന പരിപാടിയിൽ നിഖിലും കുടുംബവും പങ്കെടുത്തത്. അതിന്റെ ചില ദൃശ്യങ്ങൾ കണ്ട ശേഷം നമുക്ക് മടങ്ങിയെത്താം. വ്യവസായി ഉണ്ട് നമ്മുടെ ഡയറക്ടറായിട്ട്, 24 ചെയർമാനാണ് ആലെങ്കിൽ മുഹമ്മദ് സാറ്. അപ്പോൾ അദ്ദേഹം ഈ മകൻ്റെ പഠിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളും അതേപോലെ ഈ അമ്മയ്ക്ക് കണ്ണീർ തോർന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ ആദ്യം കല്യാണം കഴിച്ച ഭർത്താവുമായി ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ അമ്മയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. വണ്ടി പോയി ഒരു ലോറിയിൽ ഇടിച്ചിട്ട് അവരുടെ മകനും ഹസ്ബൻഡും മരിച്ചുപോയി. പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് ഈ ഇവരുടെ അച്ഛൻ എന്ന് പറയുന്നത്. ആ മരിച്ചുപോയ മകൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവന് നിഖിൽ എന്ന പേരിട്ടത്. അന്ന് മരിച്ചത് ഒരു നിഖിലായിരുന്നു. അപ്പോൾ ഈ നിഖിൽ പ്ലസ് ഒരുപക്ഷെ ഒരു കേരളത്തിലെ ഒരു ഇപ്പോൾ 24 ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപികൃഷ്ണൻ, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ നിഖിലിനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചു. 24 അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച വലിയ അഭിമാനം, സന്തോഷം. എങ്ങനെയാണ് നിഖിലിനെ കുറിച്ച് അറിഞ്ഞത് സർ? ഭവ്യ, ഇപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആ സന്തോഷ തീരുമാനം
നിങ്ങൾ ന്യൂസ് 18ലൂടെയും എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കാം. 24 നിങ്ങൾ അവതരിപ്പിച്ച നിഖിലിന്റെ, അതോടൊപ്പം തന്നെ നിഖിലിന്റെ സഹോദരനായ അപ്പു, നിഖിലിന്റെ രോഗിയായ അമ്മ ഷീബ, ഇവരുടെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും 24 ഏറ്റെടുത്തിരിക്കുന്നു. 24ന്റെ ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ് നിഖിലിന്റെ വിദ്യാഭ്യാസ കാര്യം, അപ്പുവിന്റെ അതേപോലെ തന്നെ രോഗിയായ അമ്മയുടെയും ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ, ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും 24 ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷ വർത്തമാനം ആദ്യം തന്നെ പറയാം. നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനൊരു നിമിത്തമായത് ന്യൂസ് 18 ആണ്. ന്യൂസ് 18ലൂടെയാണ് നിഖിലിന്റെ കഥ, നിഖിൽ എന്ന് പറയുന്ന 18-കാരൻ എങ്ങനെയാണ് ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അനിയനെയും അമ്മയെയും നോക്കിക്കൊണ്ട് ഈ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ആ വേദനിപ്പിക്കുന്ന കഥ പുറം ലോകം അറിയുന്നത് ന്യൂസ് 18ലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായും 24 ഒരു സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ അതിലേക്ക് നിഖിലിനെയും ക്ഷണിച്ചു. അവരുടെ കുടുംബം എത്തി. അവരുടെ കഥനകഥ നമ്മൾ ഒരിക്കൽ കൂടി ആ പ്രേക്ഷകരുടെ സമക്ഷമാക്കി ഒരിക്കൽ കൂടി അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് 24 അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കാൻ എന്നുള്ളൊരു തീരുമാനമുണ്ടായത്. തീർച്ചയായും ഇതിൽ ഞങ്ങൾ നിങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം ന്യൂസ് 18 ആണ് ഈ വാർത്ത അറിയുന്നതിന് ഒരു നിമിത്തമായതും. 24 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഒരു മോട്ടോ ആയിട്ട് തന്നെ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ വാർത്തകൾ കൊടുക്കുക എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ ജീവിതത്തിന് സഹായകരമാകുന്ന തരത്തിൽ, അവർക്ക് തണലേകുന്ന തരത്തിൽ, അവർക്ക് തുണയാകുന്ന തരത്തിൽ എങ്ങനെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ നിലയിൽ ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ചയായി വേണം നിഖിലിനെയും കുടുംബത്തെയും ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടി 24 തീരുമാനിച്ചതിന്റെ പിന്നിലുമുള്ളത്. അതോടൊപ്പം തന്നെ ന്യൂസ് 18 പോലെ ഒരു മാധ്യമത്തിലൂടെ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്ന ശേഷമാണ് ഞങ്ങളും നിഖിലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും അതിനുശേഷം നിഖിലിന്റെ കുടുംബത്തെയും ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് 18ലൂടെ വാർത്ത വന്ന ശേഷം പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ നിഖിലിന്റെ ഈ വിവരങ്ങൾ അറിയുകയും ഗവർണർ നിഖിലിനെയും അതേപോലെ തന്നെ നിഖിലിന്റെ അമ്മയെയും അനിയനെയും ഒക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിഖിലിന്റെ സഹായങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിഖിലിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ, ഒരുപക്ഷെ നമുക്കറിയാം പുതുതലമുറയെ സംബന്ധിച്ച് നിഖിൽ അവർക്കൊരു മാതൃകയാകേണ്ട കുട്ടിയാണ്. അപ്പോൾ ആ നിഖിലിന് കൈത്താങ് നൽകാൻ ഒരു സ്നേഹത്തണൽ ഒരുക്കുക എന്നതാണ് 24 ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിഖിലിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ നിഖിലിന്റെ ഓട്ടിസം ബാധിച്ചിട്ടുള്ള പരിമിതിയുള്ള അനുജനായ അപ്പുവിന്റെ ആരോഗ്യകാര്യത്തിലെ രോഗം സംബന്ധിച്ച ചികിത്സയുടെ കാര്യത്തിൽ, അതുപോലെ പാർക്കിൻസൺസ് ആ രോഗമാണ് അമ്മ ഷീബയ്ക്കുള്ളത്. അങ്ങനെ അമ്മയുടെയും രോഗിയായ അമ്മയുടെയും ചികിത്സാ ചെലവ് മുഴുവനും 24 ഏറ്റെടുത്തിരിക്കുകയാണ്. 24ന്റെ ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ് അത് വാക്കാൽ ഉറപ്പ് നൽകി കഴിഞ്ഞു. മുഴുവൻ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെയും ചികിത്സയുടെയും ഒക്കെ മുഴുവൻ കാര്യങ്ങളും 24 ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അതിന് നിമിത്തമായ ന്യൂസ് 18 ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ, വളരെ കൃതാർത്ഥതയോടുകൂടി ഇക്കാര്യം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ 24ന്റെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് നിങ്ങൾ നിഖിലിനെ ചേർത്ത് പിടിച്ചത്. തീർച്ചയായും അത് ശ്രദ്ധേയമായ ഒരു സാമൂഹ്യ ഇടപെടൽ കൂടിയായി, അതും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അതെ, ഇപ്പൊ നമ്മളെല്ലാം ഇപ്പൊ മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണല്ലോ ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സഹായം അർഹിക്കുന്നവർ, ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന്റെ പിന്തുണ അർഹിക്കുന്നവർ, അവരുടെയൊക്കെ ജീവിതകഥ എന്താണ് എന്ന് നമ്മൾ സമൂഹത്തെ അറിയിക്കുക എന്നതാണ് മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിന്റെ ഒരു തുടർച്ചയായി തന്നെ വേണം ഇവർക്കൊരു തണൽ ഒരുക്കാനും അവർക്ക് താങ്ങായി തീരാനും ഒക്കെയുള്ള ഞങ്ങളുടെ തീരുമാനത്തെയും കാണാൻ. തുടർന്നും നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന്റെ ഒരു പിന്തുണയും അവർക്ക് സ്നേഹവും ഒക്കെ ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ എന്ന നിലയിൽ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. ഉറപ്പായും 24 അതിനുവേണ്ടി മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇന്നലെ 24ന്റെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും പ്രേക്ഷകർക്കും ഞങ്ങൾ കൊടുത്തിരുന്ന ഉറപ്പ് അതാണ്. കാരണം നമുക്ക് ഒരു മാധ്യമം എന്ന നിലയിൽ എങ്ങനെയൊക്കെ ഇടപെടാം. അതിപ്പോ ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ സഹായം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഭവ്യ, നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അധികാരികളുടെ മുന്നിൽ അവരുടെ പ്രശ്നം അവതരിപ്പിക്കുന്നതടക്കം നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. അതിന് ഉറപ്പായും 24 മുൻപന്തിയിലുണ്ടാകും. ഇപ്പൊ നിഖിലിന്റെ കാര്യത്തിൽ ന്യൂസ് 18ലൂടെ വിവരങ്ങൾ അറിയുകയും വാർത്ത അറിയുകയും അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ നിഖിൽ വന്നപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സഹായം നമ്മൾ ഉറപ്പാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും ഈ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയായിരിക്കും 24 മുന്നോട്ട് പോവുക. തീർച്ചയായും താങ്കൾ തിരക്കിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ കൈത്താങ്ങ് വേണ്ട ആളുകൾക്കൊപ്പം ന്യൂസ് 18ഉം 24ഉം അടക്കമുള്ള മാധ്യമങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പാണ് നമ്മൾ ഈ ഒരു വലിയ ദൗത്യത്തിലൂടെ പ്രേക്ഷകർക്ക് നൽകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഗോപികൃഷ്ണൻ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. ന്യൂസ് 18നൊപ്പം പുതിയ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ നിഖിൽ വിനോദും ഒപ്പം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഷിജിദാസും നമുക്കൊപ്പം ചേരുകയാണ് ഈ ഒരു അവസരത്തിൽ. ആദ്യം തന്നെ
മറ്റാരിലേക്കുമല്ല, നിഖിൽ വിനോദിലേക്ക് തന്നെയാണ് പോകുന്നത്. നിഖിൽ, ഏറെ സന്തോഷത്തോടു കൂടി, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ മോനോട് സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും അന്ന് ന്യൂസ് 18 ക്യാമറയ്ക്ക് മുൻപിൽ എനിക്കിനി ഒന്നുമില്ല എന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിൽ നിന്ന നിഖിൽ ഇന്ന് ആരൊക്കെയോ ഉള്ള എന്തൊക്കെയോ ആയ ഒരാളാണ്. അത് ന്യൂസ് 18 സംബന്ധിച്ച ഏറെ അഭിമാനമുള്ള നിമിഷമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നിഖിലിന്റെ വാക്കുകൾ കേൾക്കാനാണ് ഞങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കേൾക്കാമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തീർച്ചയായിട്ടും നിമിത്തമായത് ഈ പ്രിയപ്പെട്ട എന്റെ സാറ് തന്നെയാണ്. സാറ് അങ്ങനെ ഇപ്പൊ എന്റെ കയ്യിൽ ആ ഫോൺ തന്ന് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ ഇടയിൽ അവിടെ ഇരിക്കുകയും സംസാരിക്കുകയും ഒന്നും ഞാൻ ചെയ്യില്ലായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷം. ഇതാരുമില്ല എന്ന് ഞാൻ കരുതിയപ്പോ എനിക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാര് എന്നെ വിളിക്കുകയും എനിക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ ഒരുപാട് എന്താ പറയാ, നന്ദി മാത്രമേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും വാക്കുകളില്ല. ഓക്കെ, ഷിജി ദാസ് എന്ന അധ്യാപകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിലിന്റെ അധ്യാപകനാണ് അദ്ദേഹം. ശ്രീ ഷിജി ദാസ്, താങ്കളെ സംബന്ധിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചും നിഖിലിനെ പോലെ ഒരു വിദ്യാർത്ഥിയുടെ അധ്യാപകനാവുക എന്നത് അധ്യാപകരെ സംബന്ധിച്ചും വലിയ സന്തോഷമുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ പറയുന്നതിലപ്പുറം പക്വതയോടുകൂടി ഒരു സംസാരമാണ് നിഖിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവന്റെ ജീവിതത്തിൽ നിന്ന് അവന് കിട്ടിയതായിരിക്കാം. എങ്ങനെയാണ് സ്കൂളിലൊക്കെ നിഖിൽ? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ ഇരിക്കുന്നത് ഏറ്റവും പരിപാവനമായ ഒരു സ്ഥലത്താണ്. കാരണം നിഖിലിന്റെ ക്ലാസ് റൂമിലാണ് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത്. 12D ക്ലാസ് റൂമിൽ സെന്റ് തോമസ് സ്കൂളിന്റെ. അപ്പോ ഇവിടെ 2 വർഷമായിട്ട് പഠിക്കുന്നു. നിഖിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷമേ ഈ പ്രശ്നങ്ങള് ഇവനായിട്ട്, അതായത് നിഖിലായിട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ ക്ലാസ്സിൽ കുറച്ച് മൂടിയായിട്ടിരിക്കും, കുറച്ച് ബഹളം ഉണ്ടാക്കും. അപ്പൊ അതിന്റെ കാരണങ്ങളാൽ പല രീതിയിലും ഞങ്ങള് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ നിഖില് ഒരു രീതിയിലും നിഖിലിന്റെ ബാക്ക് അറ്റ് ഹോം എന്താണ് പ്രശ്നമെന്ന് നിഖിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാന് ഈ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് പാരന്റ്സിനെ വിളിക്കുമ്പോഴാണ് അമ്മയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സഹോദരനുണ്ട്, അപ്പൊ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സ്കൂളിലോട്ട് വരുമ്പോൾ ഉള്ള ക്ഷീണവും ഉറക്കമാണ് ആ സ്കൂളിൽ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. പിന്നെ അതിനുശേഷം ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഒരു ദിവസം നിഖിലിന്റെ വീട്ടിലോട്ട് പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോ, എന്നിട്ട് നിഖിൽ അവിടെ ചെന്നിട്ട് നിഖിൽ എന്നുള്ള ഒരാളുടെ നിന്ന് പ്രത്യേകിച്ച് വിഷമങ്ങൾ എന്നുള്ള രീതിയിൽ ഒന്നും കണ്ടില്ല അവിടെ. അതാണ് പ്രത്യേകത. രണ്ടുപേരെ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഒരു വിഷമം മറ്റുള്ളവരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവന്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. എല്ലാം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പെരുമാറുക. അതാണ് അവന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത്. വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു ടോക്കാണ്. നമുക്കറിയാം ഈ അന്ന് അവിടെ അശ്വതി വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോഴും സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാളും വളരെ മെച്ചുവർഡ് ആയിട്ടാണ്, മറ്റുള്ള കുട്ടികൾ പറയുന്നതിന് വളരെ മെച്ചുവർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ മാനേജ്മെന്റ് ഒരു വലിയൊരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഓണർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇത്രയും വലിയ വ്യക്തികളുടെ മുമ്പ് തന്നെ നിഖിൽ വളരെ കാഷ്വൽ ആയിട്ടാണ്. അപ്പൊ അതൊന്നും പഠിച്ചിട്ടല്ല, കാരണം അവന്റെ മനസ്സിലുണ്ടായ കാര്യങ്ങള്, അവന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങള് അങ്ങ് തുറന്നൊരു പറച്ചിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ പഠിച്ചിട്ട് വരാനോ ഇങ്ങനെ പറയണോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാനോ അതിന്റെ ഒരു ആവശ്യമില്ല. ഒരു പ്രശ്നം അവന് തോന്നിയിട്ടില്ല. ഇപ്പോ നിഖിലിന് കുട്ടി നമുക്ക് വളരെ അഭിമാനമാണ്. അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏകദേശം രാത്രി ഒരു 2 മണിയായിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോൾ. എന്നിട്ട് രാവിലെ എക്സാം വന്നിട്ട് അവൻ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി എല്ലാം പ്രാക്ടിക്കൽ എക്സാം എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ആ ട്രാവലിംഗിന്റെ ടൈമിൽ തന്നെയാണ് ഇരുന്ന് അവനത് പഠിച്ചത്. അപ്പൊ പഠിക്കാൻ വളരെ മിടുക്കനാണ്, ഗ്രാസ്പിംഗ് പവർ എല്ലാം ഉണ്ട്. പക്ഷെ അവന്റെ ഈ ഒരു സാഹചര്യത്തിന്റെ ബേസിൽ അവന് ഒരു ഫുൾ പൊട്ടൻഷ്യലോട്ട് എത്താൻ പറ്റാത്തൊരു രീതിയാണ്. പക്ഷെ ഇപ്പോ അവനെല്ലാം ആയിക്കഴിഞ്ഞു. അവന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 24 വന്നു. പിന്നെ അതുപോലെ തന്നെ അപ്പുവിനെ ടേക്ക് ഓവർ ചെയ്യാൻ, അവന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പല സംഘടനകൾ മുന്നോട്ട് വന്നു. അപ്പൊ ഇപ്പൊ അവന് കുറച്ചൊരു ഫ്രീ മൈൻഡഡ് ആയി. എനിക്ക് തോന്നുന്നു ഇനി അത് അവനങ്ങോട്ട് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള സമയം ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ സ്കൂളിന് മൊത്തത്തിൽ ഒരു വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. റിയലി എല്ലാ ടീച്ചേഴ്സിനും, എല്ലാവർക്കും, സ്കൂൾ മാനേജ്മെന്റിനും എല്ലാവർക്കും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് നമുക്ക്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടത്, ഇത് ന്യൂസ് 18 എന്ന് പറയുന്ന ചാനൽ
ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഫ്ലാറ്റർ ചെയ്യുന്നതോ അല്ലാതെ ഒരു ഹൈപ്പിന് വേണ്ടി പറയുന്നതല്ല. ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ കൂടെയാണ് നിഖിൽ പുറം ലോകത്തെ അറിയിച്ചത്. പിന്നെ അതിനെ തുടർന്ന് തന്നെ മനോരമയുടെ ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് ഫ്ലവേഴ്സ് ചാനലില് പ്രേക്ഷകരുടെ സംഗമത്തിൽ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പൊ ആ ലെവലിൽ എത്തിച്ചിരിക്കണം. അതിന് ന്യൂസ് 18 ചാനലിന് ഒരു പ്രത്യേക നന്ദി ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ട്. സ്കൂളിന്റെ സൈഡിൽ നിന്നും മോന് വേണ്ടിയിട്ടും നിഖിലിന് വേണ്ടിയിട്ടും എനിക്ക് പറയാനുണ്ട്. വളരെ നന്ദി. തീർച്ചയായും ഞങ്ങളും ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിഖിൽ അന്ന് ആദ്യമായി ഞങ്ങളോട് സംസാരിച്ചത് ജീവിതത്തിൽ എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അന്ന് ഞങ്ങളുടെ ക്യാമറ നോക്കി നിഖിൽ പറഞ്ഞത്. ഇപ്പോൾ മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ മോന് സാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നിമിത്തം നിങ്ങൾ തന്നെയാണല്ലോ. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ വിഷമങ്ങൾ കുറെ അധികം മാറി. എന്റെ ആ ഒരു പഴയ ഒരു മൈൻഡ് സെറ്റ് അല്ല ഇപ്പം. എന്റെ മൈൻഡ് സെറ്റ് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. അതിന് തീർച്ചയായിട്ടും റീസൺ നിങ്ങൾ തന്നെയാണ്. അതിന് എനിക്ക് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും നന്ദിക്കപ്പുറം എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. സോ നന്ദി മാത്രം, വേറെ ഒന്നുമില്ല. അല്ല, ഒരു നന്ദിയുടെ ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് നിഖിലിന്റെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം? അതൊന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കിപ്പം വളരെയധികം ഞങ്ങൾ ഹാപ്പിയാണ്. ബിക്കോസ് ഒരുപാട് പേര് വിളിക്കുകയും സംസാരിക്കുകയും നമുക്ക് ഇങ്ങനെ ചെയ്തു തരാനും നമ്മളെല്ലാരും ഇപ്പൊ അറിയുന്നുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ എന്ന് പറയുന്നത് ഞാൻ അനാഥ ആൾക്കാരെ കണക്കാണ് ഞങ്ങൾ അവിടെ വീട്ടിലിരുന്നത്. ഒരാൾ പോലും ഇപ്പം അന്വേഷിക്കാൻ അങ്ങനെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്യാനും ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും കൂട്ടത്തോടെ ഇപ്പൊ വരുമ്പോ ഇപ്പൊ ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പൊ ഉണ്ട്. അത് ഉണ്ടാക്കി ശരിക്കും പറഞ്ഞ അത് എങ്ങനെയാ ഇപ്പൊ പറഞ്ഞു തരിക? അവരെല്ലാവരും എനിക്ക് അതിയായ സ്നേഹം ഒരുപാട് തരുന്നുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും എന്റെ അമ്മയ്ക്കാണെങ്കിലും എന്റെ അനിയനാണെങ്കിലും ഒരുപാട് സ്നേഹം. അപ്പം ഇതെല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ്. അതിന് ഒരുപാട് പിന്നെയും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, ശ്രീ ഷിജിദാസ്, ഈ സ്കൂളുകൾ വഴി ഒരുപാട് പേർ അന്വേഷിച്ചിരുന്നോ നിഖിലിനെ കുറിച്ച്, അവന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നോ? തീർച്ചയായിട്ടും പ്രിൻസിപ്പളിന്റെ മൊബൈലിൽ തന്നെ എനിക്ക് ഒരു ആവറേജ് ഒരു 5-6 എൻക്വയറി വരുന്നുണ്ട്. എന്റെ മൊബൈലിൽ വരുന്നുണ്ട്. ടീച്ചറോ അല്ലെ മറ്റു ടീച്ചേഴ്സ് ഒക്കെ ഈ സ്കൂളിലെ മറ്റു സയൻസ് ബാച്ചിലെ ടീച്ചേഴ്സും എല്ലാം പല രീതിയിലും കുട്ടിയെ പറ്റിയിട്ടുള്ള എൻക്വയറി, അവരുടെ കെയർ ഓഫിൽ വരുന്ന എൻക്വയറി എല്ലാം എന്റെ അടുത്ത് ഫോർവേഡ് ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ഈ സ്കൂൾ ക്യാമ്പസിൽ മറ്റുള്ള 2 സ്കൂളുണ്ട്, CBSE സിലബസും അതുപോലെ തന്നെ ICSE സിലബസ്. ആ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് പലരും നമ്മളടുത്ത് അന്വേഷണങ്ങൾ ചോദിക്കാറുണ്ട്. എന്റെ ചേട്ടന്റെ കമ്പനിയിൽ നിന്ന് വരെ അതിന്റെ ഓണർ, BB ഓട്ടോമൊബൈൽസിന്റെ ഓണർ, അവര് ഞങ്ങളുടെ അടുത്ത് നിഖിലിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ധാരാളം എൻക്വയറീസ് പേഴ്സണലായിട്ട് വരുന്നുണ്ട്. അല്ലാതെ തന്നെ അവരുടെ മൊബൈലിലേക്കും അല്ലാതെ വരുന്നുണ്ട്. അതെ, അതെന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. നിഖിൽ, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞ നിഖിലിനോടാണിപ്പോൾ ഒരു നാട് മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ ഞങ്ങൾ എല്ലാവരും നിനക്കൊപ്പം ഉണ്ട് എന്ന് പറയുന്നത്. കേട്ടിരുന്ന അതൊക്കെ എന്താ തോന്നുന്നത് അതൊക്കെ കേൾക്കുമ്പോ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ അനാഥ ആൾക്കാരെ പോലെ ജീവിച്ച് നമ്മളിപ്പം നമുക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഇപ്പൊ വന്നു. അപ്പം അങ്ങനെ സ്നേഹിക്കാൻ ഇപ്പൊ ഒരുപാട് ആൾക്കാരുള്ളതെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിനെയും അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ പറയാ, ആ സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും. അതിന് എന്താ പറയാ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടോ, എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഇത്രയും സഹായങ്ങള് പല ഏരിയയിൽ നിന്ന് കിട്ടി. അപ്പൊ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആൾക്കാരും ലോകത്തുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഞാന് ഒരു നിലയിൽ എത്തിയതിനു ശേഷം ഞാൻ അത് തിരിച്ച് കൊടുക്കുമെന്നുള്ളത് നിഖിൽ എന്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിഖിൽ ഇപ്പൊ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം എങ്ങനെയാണോ നിഖിൽ എവിടെ നിന്നാണോ വന്നത് ആ വഴിയിൽ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരെയും എന്റെ കഴിവ് അനുസരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് നിഖില് ഇതിന്റെ ഇടയ്ക്ക് മറന്നുപോയാന്ന് തോന്നുന്നു അല്ലെ? പറയാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും ഇപ്പം എന്റെ വഴി ഞാൻ ഒരിക്കലും മറക്കില്ല. ഇപ്പം സാറിന് ഇപ്പൊ എല്ലാരും ഫെയിമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര അഹങ്കാരമൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആ ഒരു കൂട്ടത്തിൽ എന്തായാലും എന്നെ പെടുത്തണ്ട. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കാര്യം ഇതില്ലാതെയും ഞാൻ ഒരു കാലം ജീവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ഈ ഫെയിമോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്കൊരു വിഷയമോ അല്ല, ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ എന്നെ ഇത്രയും പേര് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് എന്താ പറയാ
ഒരുപാട് സന്തോഷവും അവരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്റെ ഈ അവസ്ഥ അതായത് ഞാൻ മുൻപ് അനുഭവിച്ച എന്റെ ഈ അവസ്ഥ ഇനിയും എത്ര പേര് അനുഭവിക്കുന്നുണ്ടോ, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞാനിപ്പോ ഒരു ഫിനാൻഷ്യലി ഞാൻ ഓക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ സഹായിക്കും. അതെന്റെ വാക്കാണ്. തീർച്ചയായും ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്. കാരണം പക്വതയുള്ള പെരുമാറ്റമാണ് നിഖിലിനെ, അതുതന്നെയാണ് നിഖിലിനെ ഇപ്പോൾ ഇന്ന് നാടറിയുന്ന ഒരാളായി മാറ്റിയതും സഹായങ്ങൾ നിഖിലിലേക്ക് എത്തുന്നതും. കാരണം താൻ വന്ന വഴി താൻ ഒരിക്കലും മറക്കില്ല. താൻ ഏത് തരത്തിൽ എനിക്ക് നന്നാവാൻ സാധിക്കുമോ അങ്ങനെ ഞാൻ നന്നാവുകയാണെങ്കിൽ തനിക്കൊപ്പമുള്ളവരെയും മറ്റുള്ളവരെയും താൻ ചേർത്ത് പിടിക്കുമെന്ന നിഖിലിൻ്റെ വാക്കുകൾ ഏറെ സന്തോഷം നൽകുന്നതാണ്. നിഖിലും അധ്യാപകനും ദയവായി തുടരുക. ഇപ്പോൾ ഗാന്ധി ഭവൻ സെക്രട്ടറി ശ്രീ പുനലൂർ സോമരാജൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പുനലൂർ സോമരാജൻ, ഗാന്ധി ഭവന്റെ ഭാഗത്തു നിന്നും വലിയ സഹായങ്ങൾ നിഖിലിനെ തേടിയെത്തിയെന്ന് അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിന് ഞങ്ങൾ ഒരു വഴി കാണിച്ചു എന്നുള്ളതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഏത് തരത്തിലുള്ളൊരു സഹായമാണ് ഗാന്ധി ഭവന്റെ ഭാഗത്തുനിന്ന് നിഖിലിനെ തേടിയെത്തിയത്? നിഖിലിനെ പറ്റിയുള്ള നിഖിലിനെയും നിഖിലിന്റെ അനിയൻ അപ്പുവിനെയും അമ്മയൊക്കെ പറ്റിയുള്ള അവരുടെ പ്രയാസങ്ങളും വാർത്തകളും ഒക്കെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന് അത് കണ്ട് വലിയ സന്തോഷം തോന്നി. അഖിലിനെ ഞാനും എന്റെ സഹപ്രവർത്തകരുടെ ഗാന്ധി ഭവന്റെ CEO വിൻസെന്റ് അടക്കമുള്ളവർ അവിടെ നേരിട്ട് ചെന്നു. വലിയ മതിപ്പാണ് നിഖിലിനെ പറ്റി തോന്നിയത്. നിഖില് ഒരു കൊച്ചുകുട്ടിയല്ല, വളരെ പക്വതയേർന്ന ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ ആ സ്ഥാനത്ത് നിന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്, സംസാരിക്കാൻ കഴിഞ്ഞത്. അപ്പുവിനെ തന്റെ അനിയനെ ഇത്ര ഒരച്ഛൻ പരിപാലിക്കുന്ന പോലെയാണ് നിഖിൽ ചെയ്യുന്ന കണ്ടത്. നിഖിലുമായിട്ട് സംസാരിച്ചപ്പോൾ നിഖിലിന്റെ ഉദാത്തമായ മനസ്സ് കാണാൻ കഴിഞ്ഞു. അതുപോലെ അമ്മയുടെ പ്രയാസത്തിൽ അമ്മയെ ചേർത്ത് പിടിക്കുന്ന മകൻ. ഒരുപാട് മക്കൾ ഉപേക്ഷിക്കുന്ന അമ്മമാരെ നോക്കുന്ന എനിക്ക് ഒരു വലിയ പ്രത്യാശയാണ് തോന്നിയത്. ഞാൻ അവിടെ നിഖിലിനെ കണ്ടപ്പോൾ ഞാൻ നിഖിലിനോട് പറഞ്ഞത് ഗാന്ധി ഭവൻ ഒരുപാട് പേരുടെ യൂസ് ബിൽ സാർ അടക്കമുള്ള ഒരുപാട് പേരുടെ സഹായത്താൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. എന്നിരുന്നാലും ഗാന്ധി ഭവന്റെ സ്പെഷ്യൽ സ്കൂളുണ്ട്. ആ സ്പെഷ്യൽ സ്കൂളും പുനരധിവാസ കേന്ദ്രവും ഉണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അനിയന് ഗാന്ധി ഭവന്റെ സപ്പോർട്ട് ആവശ്യമായി വന്നാൽ ഒന്ന് വിളിച്ചാൽ മതി. അത് നിഖിലിനോട് അമ്മയോട് പറഞ്ഞു ഏതൊരാവശ്യത്തിനും വിളിച്ചാലും ഗാന്ധി ഭവന്റെ സപ്പോർട്ട് ആ കുടുംബത്തിന് കൊടുക്കും. അത് പ്രത്യേകിച്ച് അപ്പുവിന്റെ കാര്യത്തിൽ ഓട്ടിസം സെൻട്രൽ ഗാന്ധി ഭവനിലുണ്ട്. അപ്പുവിന് ഏത് സഹായവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും നൽകും. എന്തായാലും എനിക്ക് ഒരിക്കൽ കൂടി ന്യൂസ് 18 എന്നോട് ആ വാർത്ത സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ടീമിനോടെല്ലാം എനിക്ക് വളരെ കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. ഇത്തരത്തിൽ അനുഭവിക്കുന്ന നിഖില് പറഞ്ഞതുപോലെ നിരവധിയായ പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെ സഹായിക്കാൻ എന്നും അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാൻ എന്നും ഗാന്ധി ഭവൻ ഉണ്ടാകും. അതുപോലെ നിഖിലിന്റെ ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതല്ലെങ്കിൽ പോലും ജീവിക്കും. അങ്ങനെയാണ് നിഖിൽ ജീവിച്ചു വന്നത്. എന്തെങ്കിലും സമൃദ്ധി ഉണ്ടായാൽ അല്ലെങ്കിൽ സമ്പത്തുണ്ടായാൽ മറ്റുള്ളവരെ കൂടി കാണുമെന്നുള്ള ആ കൊച്ചു പയ്യന്റെ +2 കാരന്റെ ആ വാക്കുകൾ വളരെ അഭിമാനമുണ്ടാക്കുന്നു. ഒരിക്കൽ കൂടി ന്യൂസ് 18 ഞാൻ അഭിമാനത്തോടെ എന്റെ അഭിനന്ദനം, ഗാന്ധി ഭവൻ കുടുംബത്തിന്റെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യും. വളരെയധികം നന്ദി ശ്രീ പുനലൂർ സോമരാജൻ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. വീണ്ടും നിഖിലിലേക്കും നിഖിലിന്റെ അധ്യാപകനിലേക്കും തന്നെ പോവുകയാണ്. നിഖിൽ ഇപ്പോൾ ക്ലാസ് മുറിയിലാണ് ഉള്ളത്. അധ്യാപകർ പറഞ്ഞു ഒരു പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയാണ്, പഠിത്തം ഇതിനോടൊപ്പം കൊണ്ടുപോകണം, വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ച് അനിവാര്യമാണ്, അതുള്ളവൻ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. എങ്ങനെയാണ് പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പം പ്രാക്ടിക്കലായിരുന്നു, ഇപ്പൊ എളുപ്പമായിരുന്നു. ഇനിയിപ്പൊ തിയറിയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഈ എക്സാം ഞാൻ ജയിക്കും, എനിക്കത് 100% ഉറപ്പുണ്ട്. കാര്യം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എന്റെ മൈൻഡ് ഫ്രീ ആണ്. എനിക്ക് ആ പഴയ പോലത്തെ ഒരു ഭാരങ്ങളൊന്നും ഇപ്പൊ തലയിൽ അത്രയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി ഉള്ള പരീക്ഷകൾ 2 പരീക്ഷകൾ വരുന്നുണ്ട് ഫെബ്രുവരിയിൽ, മാർച്ചിൽ. തീർച്ചയായിട്ടും ഈ 2 പരീക്ഷയ്ക്കും നല്ല മാർക്കോടെ പാസ്സാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതെ, ഒരു കാര്യം കൂടി, അന്ന് ഷെഫ് പിള്ള സാറൊക്കെ നിഖിലിനോട് സംസാരിച്ചിരുന്നു. ഇപ്പോഴും ആഗ്രഹം അത് തന്നെയാണോ? ഷെഫ് ആവണം തന്നെയാണോ ആഗ്രഹം ഭാവിയിൽ? തീർച്ചയായിട്ടും. അതിലൊരു മാറ്റവും ഇല്ല അല്ലേ?
അതെ അതെ ഓക്കെ. നിഖിലിന്റെ അധ്യാപകൻ എന്ന നിലയിൽ താങ്കളോട് ചോദിക്കട്ടെ, എന്താണ് ഓരോ അധ്യാപകരെ സംബന്ധിച്ചും ഓരോ വിദ്യാർത്ഥികളെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ ഉണ്ടാകും, ഓരോ വിദ്യാർത്ഥികളെ കുറിച്ച് ഓരോ തരത്തിലുള്ള പ്രതീക്ഷകളായിരിക്കും ഓരോ അധ്യാപകനും പുലർത്തുന്നത്. നിഖിലിനെ കുറിച്ചുള്ള താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഇയാള് നല്ലൊരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഏത് മേഖലയിൽ ചെന്നിരുന്നാലും നല്ല ഫ്ലൈയിങ് കളേഴ്സിൽ എത്താൻ പറ്റുന്ന ഒരു മനസാന്നിധ്യവും എല്ലാം ഉള്ളതാണ്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ ഫുൾ A+ വാങ്ങുന്ന കുട്ടികൾ കാണും. അവർക്ക് മോശമല്ല പറയുന്നത്, പക്ഷെ യഥാർത്ഥ ലൈഫിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ദാറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അവിടെ ആ ലൈഫ് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത് അതില് ഫുൾ മാർക്കാണ് നമ്മുടെ നിഖിലിനോട്. ക്ലാസ് റൂമിലെ ബുക്കിഷ് നോളജിനെക്കാളും ബിയോണ്ട് ദാറ്റ് ഹി നോസ് ഹൗ ടു ഫേസ് ദ റിയൽ സിറ്റുവേഷൻ, റിയൽ വേൾഡ് എന്നുള്ളതിൽ 100% മാർക്ക് നമുക്ക് നിഖിലിന് കൊടുക്കാൻ പറ്റും. അതാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ അവൻ്റെതായിട്ടുള്ള ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞു എന്താണെന്ന്. എനിക്ക് വേറൊരു രീതിയിലുള്ള, അതായത് ഒരു പ്രാസംഗികനായിട്ടും അങ്ങനെയൊക്കെ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമ്മളിവിടെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലെവലിൽ ഒരു ലിറ്ററേച്ചർ ലെവലിലോട്ട് പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നത്. പക്ഷെ അവന് പ്രത്യേകിച്ച് ഞാനിപ്പോ ആദ്യമായിട്ട് ന്യൂസ് 18 പറയുന്നത് എനിക്കൊരു ഷെഫ് ആവണോ എന്നുള്ളത്. അത് അവന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു വളരെ ചിലപ്പോ കുറെ നാളുകൊണ്ട് താലോലിച്ചിട്ട ഒരു ആഗ്രഹമായിരിക്കും, ചെറിഷ് ചെയ്ത ഒരു ആഗ്രഹമായിരിക്കും. അപ്പൊ അത് തന്നെയാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം അവന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ വേറെ എന്തെങ്കിലും ഡീവിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതും അവനെ തന്നെ തീരുമാനിക്കാം. ഷെഫായിട്ട് പോകണമെന്നുള്ള അവന്റെ ആഗ്രഹം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് അവൻ അങ്ങനെ തന്നെ പോട്ടെ. അതിലും നല്ലൊരു അറിയപ്പെടുന്ന ഒരു ഷെഫായിട്ട് നമുക്ക് ഭാവിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റട്ടെ എന്നുള്ളതാണ്. അതെ, അനിൽ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. ഒരു പാട്ട് ഞങ്ങൾക്കായിട്ട് പാടിത്തരാമോ? തീർച്ചയായിട്ടും പാടിത്തരാം. മനസ്സു അകലെയാണ് സ്വരം ഒരു തേങ്ങലാണ് ഓ മൃദുലേ ഹൃദയം താങ്ക് യു. യെസ്, എന്തായാലും അന്ന് അശ്വതി പറഞ്ഞതുപോലെ തന്നെ നല്ല ചിരിയാണ്, ഒപ്പം നല്ല പാട്ടുമാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നിഖിലിന്. ഞങ്ങളിലൂടെ നിഖിലിനെ നാടറിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ, പഠിത്തത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ, ലോകം അറിയുന്ന ഒരാളായി മോൻ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വളരെയധികം സന്തോഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ ശ്രീ ഷിജി ദാസിനും. ഓക്കെ, താങ്ക് യു. ഒപ്പം 24 ന്യൂസ് റിപ്പോർട്ട് 24 എഡിറ്ററായിട്ടുള്ള ഗോപികൃഷ്ണൻ സാറിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും നിഖിലിനെ പോലെയുള്ള ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സമൂഹത്തിന് മുൻപിലേക്ക്, നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കാൻ എന്നും പ്രേക്ഷകർക്കൊപ്പം ന്യൂസ് 18 ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കൂടി ഇതോടുകൂടി ഞങ്ങൾ നൽകുകയാണ്. വളരെയധികം നന്ദി എല്ലാവർക്കും. ഒരിക്കൽ കൂടി ഒരിടവേള കൂടി. വലിയ സ്വപ്നങ്ങൾ,
ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ പരീക്ഷാ ചർച്ചയിലെ സജീവ പങ്കാളിത്തത്തിന്റെ അഭിമാനത്തിലാണ് കോഴിക്കോട്ടെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ. KV1 മേഘ്ന പരീക്ഷാ ചർച്ചയിലെ അവതാരകയായപ്പോൾ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിച്ച സ്വാതി ദിലീപ് ശ്രദ്ധേയായി. KV2 2 കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രധാനമന്ത്രി പ്രദർശിപ്പിച്ചു. സമ്മർദ്ദരഹിതമായി പരീക്ഷയെ നേരിടാനുള്ള പ്രധാനമന്ത്രിയുടെ പരീക്ഷാ ചർച്ച നടക്കുമ്പോൾ കോഴിക്കോട്ടെ കേന്ദ്രീയ വിദ്യാലയം 1 വലിയ സന്തോഷത്തിലാണ്. കാരണം ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പരിപാടിയുടെ അവതാരകയായി മേഘ്ന എന്നാഥ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ സ്കൂളിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിക്ക് സ്വാതിക്ക് ചോദ്യം ചോദിക്കുന്നതിനുള്ള അവസരവും ലഭിച്ചിരിക്കുന്നു. നമുക്കൊപ്പം എന്തായാലും പ്രിൻസിപ്പലുണ്ട്, അവർ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ, എങ്ങനെ കരുതുന്നു ഈ ഒരു അവസരത്തെ? ഇങ്ങനൊരു അവതാരകയാൻ അവസരം ലഭിക്കുന്നു, ചോദ്യം ചോദിക്കാൻ മറ്റൊരാൾക്ക് അവസരം ലഭിക്കുന്നു, എങ്ങനെ കാണുന്നു കേന്ദ്രീയ വിദ്യാലയം 1? തീർച്ചയായും ഇതൊരു സുലഭ അവസരമാണ്. ഒരു സ്കൂളിലെ 2 കുട്ടികൾക്ക്, വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു ചാൻസ്, അത് എൻ്റെ സ്കൂളിലെ 2 കുട്ടികൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്ന ഒരു അവസരമാണ്. സ്കൂളിലെ 2 കുട്ടികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മേഘന ഈ പരിപാടി അവതരിപ്പിക്കുന്നു, അതേപോലെ സ്വാതി ഈ പരിപാടിയിൽ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടുന്നു. ഇന്ത്യയിൽ നിന്ന് കേന്ദ്ര വിദ്യാലയങ്ങളിൽ നിന്ന് വെച്ച് മൊത്തം 15 കുട്ടികളാണ് ഇതിൽ ചോദ്യം ചോദിക്കുന്നത്. അതിലൊന്ന് കേന്ദ്ര വിദ്യാലയം ഈസ്റ്റിലെ കുട്ടിയാണ്. സന്തോഷം നൽകുന്നത്. വളരെ എങ്ങനെയാണ് മേഘനയ്ക്ക് അവസരം എങ്ങനെയാണ് ലഭിച്ചത്? കേന്ദ്ര വിദ്യാലയ സംഘടന എല്ലാ വർഷവും യൂത്ത് പാർലമെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ റീജിയണൽ ലെവൽ യൂത്ത് പാർലമെന്റ് കോമ്പറ്റീഷനിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ റീജിയണൽ ലെവലിലും അതേപോലെ സോണൽ ലെവലിലും ബെസ്റ്റ് പെർഫോമർ മേഘന എന്നാഥായിരുന്നു. ആ ബെസ്റ്റ് പെർഫോമൻസിന്റെ ബേസിൽ കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ കുട്ടികളോട് ചെറിയൊരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് അയക്കാൻ വേണ്ടി പറഞ്ഞു. ആ വീഡിയോയുടെ ബേസിലാണ് കുട്ടിക്ക് ഇതിൽ ചാൻസ് കിട്ടിയിരിക്കുന്നത്. ഒരു വലിയ അവസരമാണ് ലഭിച്ചത്. തീർച്ചയായും വലിയ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരാൾ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ ആദ്യമായിട്ടാണ് ചാൻസ് കിട്ടുന്നത് ഒരു കുട്ടിക്ക്. എങ്ങനെ തോന്നുന്നു ഇത്ര വലിയൊരു ചർച്ചയിൽ കൂട്ടുകാരെ അവതാരകയാകുമ്പോൾ അതിലൊരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുന്ന സ്വാതി എങ്ങനെ? ഞാൻ മേഘനയിൽ ഭയങ്കര പ്രൗഡാണ്. കാരണം കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു കുട്ടിക്ക് ആങ്കർ ചെയ്യാനുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റിയാൽ. വെരി പ്രിവിലേജ്ഡ്. എന്താണ് ചോദ്യം ചോദിച്ചത്? ഞാൻ ചോദിച്ചത് എക്സാം ടൈമിൽ പിയർ പ്രഷറും പിന്നെ അൺഹെൽത്തി കോമ്പറ്റീഷനും കമ്പാരിസണും ഒക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാനും അത് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണോ. എന്താണ് അദ്ദേഹം മറുപടി ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് എപ്പോഴും നല്ലത്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് വേണം എക്സാമിനെ നേരിടാൻ. അതൊക്കെയാണ്. എങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? കാരണം സാധാരണക്കാരനായ ആളല്ല പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉത്തരം തന്നിരിക്കുന്നത്. മുന്നോട്ടുള്ള പ്രിപ്പറേഷനെ എങ്ങനെ സ്വാധീനിക്കും? മുന്നോട്ടുള്ള തയ്യാറെടുപ്പുകളെ എങ്ങനെ സ്വാധീനിക്കും? അത് ഭയങ്കര ഒരു ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം ഒരു വേറെ പെർസ്പെക്റ്റീവ് കാണാൻ എല്ലാവരും വലിയ ഹാപ്പിയാണ്. ഈ കേന്ദ്രീയ വിദ്യാലയം 1 മാത്രമല്ല, കേന്ദ്രീയ വിദ്യാലയം 2 ഈ പരീക്ഷാ ചർച്ച വലിയ നേട്ടമാണ് തന്നിരിക്കുന്നത്. ഈ കേന്ദ്രീയ വിദ്യാലയം 2 ആകാശ് അരുൺ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും വാസുദേവ് നന്ദൻ ശർമ്മ എന്ന കുട്ടിയും അവരുടെ 2 പുസ്തകങ്ങൾ ഈ പരിപാടിയിൽ ഷോക്കേസ് ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഈ പരിപാടിയിൽ ഷോക്കേസ് ചെയ്യാൻ കരുതിയിട്ടുണ്ട്. കാരണം അതിന്റെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് അരിക്കൊമ്പനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകവും ഒരു ഫിക്ഷൻ പുസ്തകവുമാണ്. അരിക്കൊമ്പനെ കേരളം നാട്ടിൽ നിന്ന് പുറത്താക്കി തിരിച്ചു വരുന്നൊരു കഥയാണ്. അങ്ങനെ മനസ്സിൽ തോന്നി അങ്ങനെ എഴുതണം. വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് സങ്കടം വന്നു. അരിക്കൊമ്പന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് സങ്കടം വന്നു. അതെ, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറെ കാലമായിട്ട് കുറെ മെനക്കെട്ടിട്ട് പുസ്തകം ഇവിടെ പരീക്ഷാ പേ ചർച്ചയിൽ വന്നിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ബുക്കിലെ കണ്ടന്റ് സയൻസ് ഫിക്ഷൻ ആണ്, സൂപ്പർ ഹീറോ ഫിക്ഷൻ അങ്ങനത്തെ ഒക്കെ. അപ്പൊ അതിൻ്റെ അകത്തൊരു സൂപ്പർ ഹീറോ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അത് എഴുതാനുള്ള മോട്ടിവേഷൻ? എഴുതാനുള്ള മോട്ടിവേഷൻ പറഞ്ഞാല് ഞാൻ പറഞ്ഞ കൊറോണ സമയത്തിൽ അതാണ് എഴുതി. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു പുസ്തകം എഴുതാം. കാരണം ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് പുസ്തക സ്റ്റോറീസ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഈ എല്ലാ സ്റ്റോറീസ് വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കാം. അപ്പൊ ആ മോട്ടിവേഷൻ വെച്ചിട്ട് ഞാൻ എന്റെ ബുക്ക് ഉണ്ടാക്കി. അതെ. എന്തായാലും പരീക്ഷ എടുക്കുമ്പോൾ പരീക്ഷ സമ്മർദ്ദരഹിതമായി നേരിടാനുള്ള ചർച്ച അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് സ്കൂളുകൾക്ക് വലിയ ഒരു ആശ്വാസമായി മാറിയിരിക്കുന്നു. കുട്ടികളിൽ വലിയ ആത്മവിശ്വാസം വളർത്തുന്നതാണ് ഈ ചർച്ച എന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5770, പവന് 46,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4780, പവന് 38,240. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം KP അഭിലാഷത്തും. ഈ പരിപാടി കേരള രാഷ്ട്രീയത്തിൽ